ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബദാം കുൽഫിയാണ്. ഈ ചൂട് സമയത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റാവുന്ന ഒരു നല്ല ടേസ്റ്റിയായ ഒരു കുൽഫിയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് പഞ്ചസാര, കസ്റ്റർഡ് പൗഡർ 3 ടീസ്പൂൺ, ഇലാച്ചി പൗഡർ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയിൽ പൊടിച്ച് വെച്ചതാണ്, കുങ്കുമപ്പൂ, സഫ്രോൺ 1 പിഞ്ച്. ഇനി ഈ കസ്റ്റർഡ് പൗഡറിനെ നമുക്ക് പാലിലൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെക്കാം. 3 ടീസ്പൂൺ പാലെടുത്തിട്ട് അതിലൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം ഇതുപോലെ. ഇനി ഒരു 7 ബദാം ഞാൻ എടുത്തിട്ടുണ്ട്, അതിനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു കട്ടിയുള്ള പാത്രത്തിൽ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് തിളപ്പിക്കാം. ഈ പാൽ നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കുൽഫി ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റാവുന്നതാണ്. പുറത്തൊക്കെ പോയി ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കുക. അത് വീട്ടിൽ തന്നെ നമുക്കിതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഐസ്ക്രീംസൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതാ ഇവിടെ പാല് തിളച്ചു, നല്ലതുപോലെ തിളച്ചത് കൊഴുത്ത് വരണം. നല്ല കൊഴുപ്പുള്ള പാലാണ് ഇതിനാവശ്യം. സൈഡിലൊക്കെ ക്രീം അതുപോലെ വന്നാൽ അതിനെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടി, പഞ്ചസാരയിൽ ഇട്ട് പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയും അതിലേക്ക് 1 കപ്പ് പഞ്ചസാര അതും ഇതിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് 1 പിഞ്ച് കുങ്കുമപ്പൂ, സഫ്രോണും ഇട്ട് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ഡൈല്യൂട്ട് ചെയ്തതും ഇട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇതിനെ നമുക്ക് കുറുക്കിയെടുക്കാം. ഒരു അരമണിക്കൂർ കൊണ്ട് റെഡിയാവുന്ന ഒരു റെസിപ്പിയാണിത്. ഒരു ഈസി കുൽഫിയാണ്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത ബദാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും ഇത് തണുത്ത് കഴിയുമ്പോൾ കുൽഫി മൗൾഡിലൊഴിച്ച്, ഇതുപോലത്തെ കുൽഫി മൗൾഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഇതിലൊഴിച്ച് നമുക്ക് ഫ്രീസ് ചെയ്യാം. 8 മണിക്കൂർ ഇതിനെ ഫ്രീസ് ചെയ്യണം. 1/2 ലിറ്റർ പാലിൽ ഞാൻ 6 കുൽഫിയാണ് ഇവിടെ റെഡി ആക്കിയിരിക്കുന്നത്. 6 അല്ലെങ്കിൽ 8 മണിക്കൂർ വരെ നമുക്കിതിനെ ഫ്രീസ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, 8 മണിക്കൂറായി. ഇനി നമുക്ക് കുൽഫി ഇതിൽ നിന്ന് എടുക്കാം. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. താങ്ക്